ദീപക് മോഹൻ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ സംബന്ധിച്ച് സർക്കാർ വാഗ്ദാനം ചെയ്ത വീടുകളുടെ ആദ്യഘട്ടം കൈമാറുകയാണ്. 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറാൻ പോകുന്നത്. അതിനുശേഷം പിന്നീട് മുസ്ലിം ലീഗിൻ്റെ വീടുകൾ വരും. പിന്നീട് കോൺഗ്രസ് തറക്കല്ലിടുന്നതേയുള്ളൂ. അത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിയും ഏകദേശം ആ വീടൊക്കെ പൂർത്തിയായിട്ട് വരാൻ. ചുരുക്കത്തിൽ ചെറിയൊരു ആശ്വാസമാകുന്നു അല്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. 25-ാം തീയതി ആകുമ്പോഴേക്ക് തന്നെ ഈ 178 വീടുകളും പൂർണ്ണ സജ്ജമാകുമല്ലോ അല്ലേ ദീപക്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു കാത്തിരുന്ന ഒരു ദിവസമാണ്. കാരണം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ പണി അവസാന മിനുക്ക് പണികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഒരു ദിവസം 2200-ലധികം തൊഴിലാളികളാണ് ഇവിടെ രാവും പകലും പണിയെടുക്കുന്നത്. എല്ലാ മേഖലകളിലും, അതായത് വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട പ്ലംബിംഗ് ആയിക്കോട്ടെ, റോഡിൻ്റെ പ്രവൃത്തി ആയിക്കോട്ടെ, അങ്ങനെ രാവിലെ മുതൽ തന്നെ തൊഴിലാളികൾ സജ്ജമായി രാവും പകലും പണിയെടുക്കുന്ന ഒരു കാഴ്ചയാണ്. 11 കിലോമീറ്ററിലധികം റോഡുകളുണ്ട്. അതോടൊപ്പം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ളമായിക്കോട്ടെ, മാലിന്യ സംസ്കരണ പ്ലാന്റ്, വൈദ്യുതി, അതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ദ്രുതഗതിയിലാണ് ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഒരു മാതൃകാ വീട്. ആ മാതൃകാ വീടിൻ്റെ അകത്തേക്ക് ഞാൻ കയറി പ്രേക്ഷകർക്ക് കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ കാണിച്ചുതരാം. ഈ ചുറ്റുമതിലോട് കൂടി 7 സെന്റിലാണ് ഒരു ഉപഭോക്താവിന്, അതായത് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ അതിജീവിതർക്ക് ഒരു ഉപഭോക്താവിന് കൊടുക്കുന്നൊരു വീടാണ്. ചുറ്റുമതിലുണ്ട്. ഒപ്പം 7 സെന്റിലാണ് 1000 സ്ക്വയർ ഫീറ്റിൽ 2 നില, അതായത് മുകളിലേക്ക് ഒരു നില കൂടി എടുക്കാവുന്ന രീതിയിൽ അടിത്തറ ബലപ്പെടുത്തിയാണ് ഇതിൻ്റെ നിർമ്മാണം. ഈ മുറ്റത്തിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടാൽ മനസ്സിലാവും. നല്ല സൗകര്യമുള്ള വീട്. ഇതാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിൽ നമുക്ക് കാണാം 2 കസേര ഇട്ടിട്ടുണ്ട്. ഇതാണ് ആദ്യം പണി തീർത്ത മാതൃകാ വീട്. ഈ മാതൃകാ വീടിൻ്റെ ദൃശ്യമാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു സിറ്റ് ഔട്ടാണ്. ഇവിടെ 410 വീടുകളാണ് ഇവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 303 വീടുകളിലധികം വീടുകളുടെ വാർപ്പ് പൂർത്തിയായി. ഈ ഹാളിൽ, ഇത് സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ഹാളിൻ്റെ ഒരു സൗകര്യം ഇത് അടച്ചിരിക്കുകയാണ്. അല്പം മുമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ താക്കോലെടുത്തിപ്പോൾ തുറക്കാം. നിലവിൽ 303 വീടുകളിലധികം അത് ആദ്യഘട്ടത്തിൽ ആ വീടിന്റെ മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായതൊക്കെ നമ്മൾ വിശദമായിട്ട് ലൈവായിട്ട് പ്രേക്ഷകരെ കാണിച്ചിരുന്നു. അപ്പോൾ താങ്ക് യു ദീപക്.